വളരെയധികം ഖേദത്തോടെയും അങ്ങേയറ്റം ആശങ്കയോടെയും ഒരു കാര്യം പറയട്ടെ. വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. വിഷയത്തിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ സിനിമയുടെ റിലീസ് അനിശ്ചിതമായി നീളാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. എന്താണെന്നല്ലേ, അതിലേക്കാണ് വരുന്നത്. ജനനായകൻ സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കാര്യത്തിൽ സെൻസർ ബോർഡിന്റെ നീക്കങ്ങൾ വളരെയധികം വിചിത്രവും ദുരൂഹവും തന്നെയായിരുന്നു. ഡിസംബർ 18-നാണ് ചിത്രം സർട്ടിഫൈ ചെയ്യാൻ ബോർഡിന് മുന്നിൽ എത്തുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനം വന്നില്ല. നിർമ്മാതാക്കളോട് ചിത്രത്തിന് US 16+ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അത് അനുവദിച്ചിട്ടില്ല. റിലീസിന് 2 ദിവസം മുൻപ് മാത്രമാണ് അത് റിവൈസിംഗ് കമ്മിറ്റിക്ക് പോലും വിട്ടത്. ഇത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹർജി സമർപ്പിച്ച് 2 ദിവസം കഴിഞ്ഞ്, അതായത് ജനനായകന്റെ റിലീസ് തീരുമാനിച്ചിരുന്ന ജനുവരി 9-നാണ് കോടതി അത് പരിഗണിച്ചതുപോലും. ഇതോടെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത എല്ലാവർക്കും പണം റീഫണ്ടും ചെയ്തു. ഇതുതന്നെ നിർമ്മാതാക്കൾക്ക് വലിയൊരു നഷ്ടമുണ്ടാക്കിയ കാര്യമായിരുന്നു. എന്തായാലും വൈകിയായാലും ജനനായകന് നീതി ലഭിച്ചു. ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. എന്നാൽ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും സെൻസർ ബോർഡ് പരാതിയുമായിട്ട് വന്നു. സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ സമയം വേണമെന്നും അതുകൊണ്ട് പ്രസ്തുത ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു. പകരം കേസ് പരിഗണിക്കുന്നതെന്ന പൊങ്കൽ അവധിയൊക്കെ കഴിഞ്ഞ് കോടതി തുറക്കുന്ന ജനുവരി 21-ാം തീയതി. ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്ന് വാദം കേട്ടാലും അന്തിമമായി ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാനാകും ഉത്തരവിടുക. കാരണം സമാനമായിട്ടുള്ള കേസുകളായ ഹാലിനും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കും അനുകൂലമായ കോടതി വിധി ലഭിച്ചത് നമുക്ക് മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ റിലീസ് നീട്ടാൻ പറ്റിയാലോ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് സെൻസർ ബോർഡ് കോടതി ക്ലോസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിലെത്തുന്നു. അവിടെ നിന്നും സ്റ്റേ വാങ്ങുന്നു. ജനുവരി 9 കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പിന്നെ പൊങ്കൽ അവധിയാണ്. കേസ് കോടതി പരിഗണിക്കുന്നത് ജനുവരി 21-ന്. അപ്പോൾ ജനുവരി 21 വരെ സെൻസർ ബോർഡിന് ജനനായകൻ വിഷയത്തിൽ ഒരു തീരുമാനവും എടുക്കണ്ട. കാരണം കോടതി സ്റ്റേ ഉത്തരവ് കയ്യിലുണ്ടല്ലോ. അങ്ങനെ അവർക്ക് അതിൻ്റെ മുകളിൽ അടയിരിക്കാം. എന്തായാലും ജനുവരി 21 കഴിഞ്ഞ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോലും അത് പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ കുറച്ച് പാടുപെടും. കാരണം കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇനി 3 മാസം മാത്രമേ മുന്നിലുള്ളൂ. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കേസ് കോടതിയിൽ എത്തുന്നതിന് മുൻപ് റിലീസ് പ്രഖ്യാപിച്ചാലോ? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. TVKയും വിജയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയായ ഒരാളുടെ സിനിമ, അതും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമ പുറത്തിറക്കാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കില്ല. അങ്ങനെ വന്നാൽ വീണ്ടും ജനനായകൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ സിനിമ തിയേറ്ററിലെത്താൻ സാധ്യത തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ അവസാനമാകും. അതായത് വിജയുടെ അവസാന സിനിമ ആരാധകർക്ക് ആഘോഷമാക്കാൻ ഇനിയും അനിശ്ചിതമായി കാത്തിരിക്കേണ്ടി വരുമെന്നർത്ഥം. ഇതൊക്കെ യാദൃച്ഛികമായി നടന്നതാണോ? അതോ TVK ആരോപിക്കുന്നത് പോലെ വിജയെ തകർക്കാനുള്ള വ്യക്തമായ തന്ത്രം ഇതിലുണ്ടോ? എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്കാണ്. കോടതി എന്ത് വിധിയാകും വിഷയത്തിൽ പറയുക? ആരാധകരുടെ പ്രാർത്ഥന ഫലം കാണുമോ? കാത്തിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.